പലിശ കുറവാണെന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന വികാരം വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഓരോ മാസവും കൃത്യമായി കണക്ക് കൂട്ടി കുടുംബം നോക്കുന്ന സാധാരണക്കാർക്ക്. മാസാമാസമുള്ള EMI നിന്ന് 1000-ഓ 2000-ഓ രൂപ കുറഞ്ഞു കിട്ടിയാൽ അത് മാസ ചെലവുകൾക്ക് എത്ര വലിയൊരു താങ്ങാകും എന്ന് ചിന്തിച്ചു നോക്കൂ. സാമ്പത്തിക കാര്യങ്ങളിൽ ബാങ്കുകൾ പുതിയ പ്ലാനുകൾ വിപണിയിൽ ഇറക്കുമ്പോൾ നമ്മളത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. കൊടക് മഹീന്ദ്ര ബാങ്ക് ഓഗസ്റ്റ് 19, 2026 പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് പുതിയൊരു ഹൈബ്രിഡ് ഹോം ലോൺ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിപണിയിൽ പലിശ നിരക്കുകൾ കാര്യമായ മാറ്റമില്ലാതെ കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ആ കുറഞ്ഞ പലിശ കുറച്ചു വർഷത്തേക്ക് മാറ്റമില്ലാതെ ലോക്ക് ചെയ്തു വെക്കാം എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. കേൾക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് വലിയ ലാഭമുള്ള ഒരു പ്ലാനായി തോന്നാം. പക്ഷേ ഈ ബാങ്ക് സ്കീമിന് പിന്നിൽ നമ്മൾ ആരും പെട്ടെന്ന് ചിന്തിക്കാത്ത ചില കണക്ക് കൂട്ടലുകൾ കൂടിയുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ കേൾക്കുന്ന നല്ല വാർത്തകൾക്ക് പിന്നിൽ എപ്പോഴും ഒരു വലിയ ബാങ്കിങ് തന്ത്രമുണ്ടാകും എന്ന് നമ്മൾ അറിയണം. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ചായക്കടയിലെ കാര്യം ഒരു ഉദാഹരണമായി എടുക്കാം. അവിടെ ചായ കുടിക്കാൻ കയറുമ്പോൾ ആദ്യത്തെ 2 ചായക്ക് 10 രൂപ വീതം കൊടുത്താൽ മതിയെന്നും അതിനുശേഷം കുടിക്കുന്ന ചായകൾക്ക് അതാത് ദിവസത്തെ പാലിന്റെയും പഞ്ചസാരയുടെയും വില അനുസരിച്ച് 10-15 രൂപ നൽകണമെന്നും കടയുടമ പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? തുടക്കത്തിലെ ലാഭം കണ്ട് നമ്മൾ സന്തോഷിക്കുമോ, അതോ അടുത്ത ചായ കുടിക്കുമ്പോൾ എത്ര രൂപയാകും എന്ന പേടിയിലിരിക്കുമോ? ഇവിടെ ഹൈബ്രിഡ് ഹോം ലോണിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് കൃത്യമായി ഇത് തന്നെയാണ്. ബാങ്ക് നമ്മളോട് ആദ്യം പറയുന്നത് ഒരു കാര്യമാണ്, പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ നടക്കുന്നത് വേറൊരു കാര്യമായിരിക്കും. പെട്ടെന്ന് കേൾക്കുന്ന ലാഭത്തിനപ്പുറത്തേക്ക് ദീർഘകാലത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മുടെ മാസ ബജറ്റിനെ പൂർണ്ണമായും താളം തെറ്റിക്കും. സാധാരണയായി നമ്മൾ ബാങ്കിൽ നിന്നും വീട്ടുപണിക്ക് ലോൺ എടുക്കുമ്പോൾ പ്രധാനമായും 2 വഴികളാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഒന്നെങ്കിൽ ഫിക്സഡ് റേറ്റ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ്. ഇതിൽ ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ ലോൺ എടുക്കുന്ന അന്ന് പറയുന്ന അതേ പലിശയായിരിക്കും അടുത്ത 20-30 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരിക. അവിടെ നാളെ വിപണിയിൽ പലിശ കൂടുമോ എന്ന പേടി വേണ്ട. പക്ഷെ അതിൽ വലിയൊരു പിശകുമുണ്ട്. വിപണിയിലെ സാധാരണ ഫ്ലോട്ടിംഗ് നിരക്കിനേക്കാൾ കുറച്ച് ഉയർന്ന പലിശയായിരിക്കും ബാങ്ക് തുടക്കം മുതലേ ഇതിന് ഈടാക്കുക. ഇനി ഫ്ലോട്ടിംഗ് നെറ്റ് റേറ്റ് ആണെങ്കിലോ, തുടക്കത്തിൽ പലിശ നിരക്ക് കുറവായിരിക്കും. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ നിരക്ക് മാറുന്നതിനനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട മാസാമാസത്തെ EMI ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ 2 വഴികളും കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ പുതിയൊരു രൂപമാണ് ഹൈബ്രിഡ് ലോൺ. ആദ്യത്തെ കുറച്ചു കാലത്തേക്ക് പലിശ മാറില്ല. അത് കഴിയുമ്പോൾ ലോൺ ഓട്ടോമാറ്റിക്കായി ഫ്ലോട്ടിംഗ് നിരക്കിലേക്ക് മാറുകയും ചെയ്യും. ഇക്കണോമിക് ടൈംസ് ഓഗസ്റ്റ് 19 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ പുതിയ ഹൈബ്രിഡ് ലോൺ സ്കീമിൽ കൊടക് ബാങ്ക് പ്രധാനമായി 3 തരത്തിലുള്ള കാലയളവുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. 39 മാസം, 52 മാസം, അല്ലെങ്കിൽ 65 മാസം. അതായത് ഏകദേശം 5.5 വർഷത്തോളം നമ്മുടെ ലോണിന്റെ പലിശ നിരക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ സാധിക്കും. കൊടക് ബാങ്ക് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് 2026 ഇവരുടെ പലിശ നിരക്ക് 7.60% നിന്നാണ് ആരംഭിക്കുന്നത്. സാധാരണ ഫ്ലോട്ടിംഗ് നിരക്കിന് തുല്യമായ പലിശ തന്നെയാണ് ഇതിനും ഈടാക്കുന്നതെന്ന് ബാങ്ക് അവകാശപ്പെടുന്നുണ്ട്. അതായത് ആദ്യത്തെ 5.5 വർഷത്തേക്ക് പലിശ കൂടുമെന്ന പേടിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു വീട് വാങ്ങി ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് മറ്റു ചെലവുകൾ വരാറുണ്ട്. വീടിന്റെ ഇന്റീരിയർ പണികൾ, ഫർണിച്ചർ വാങ്ങൽ, കുട്ടികളുടെ സ്കൂൾ പ്രവേശനം, അങ്ങനെ പലതും. ആ സമയത്ത് EMI മാറില്ല എന്ന ഒരു ഉറപ്പ് വലിയൊരു ആശ്വാസമാണ്. ഇത് ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. RBI ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ഓഗസ്റ്റ് 2026 റിപ്പോ നിരക്ക് 5.25% തുടരുന്നത്. പലിശ നിരക്കുകൾ വലിയ മാറ്റമില്ലാതെ ഒരു പ്രത്യേക പോയിന്റിൽ നിൽക്കുന്ന സമയമാണിത്. ഇനി ഇവിടുന്ന് പലിശ വീണ്ടും താഴോട്ട് പോകാൻ വലിയ സാധ്യതയില്ല എന്നും പല സാമ്പത്തിക വിദഗ്ധരും കരുതുന്നുണ്ട്. അമേരിക്കൻ വിപണിയിലോ ആഗോള വിപണിയിലോ ഉണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും നാളെ നമ്മുടെ നാട്ടിലെ ബാങ്കുകളുടെയും പലിശ നിരക്കിനെയും EMIയെയും ബാധിക്കാം. വിപണിയിൽ പലിശ കൂടിയാൽ ഫ്ലോട്ടിംഗ് ലോൺ എടുത്തവരുടെ EMI കുത്തനെ കൂടും. എന്നാൽ ഹൈബ്രിഡ് ലോൺ എടുത്തവർക്ക് ആ ഫിക്സഡ് കാലയളവ് വരെ പലിശ കൂടുമെന്ന ഭയവുമില്ല. ഇവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ഹൈബ്രിഡ് ലോൺ വലിയൊരു സുരക്ഷിതത്വമായി തോന്നും. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇതിന് മറുമൊരു വശമുണ്ട്. അഥവാ ഭാവിയിൽ വിപണിയിൽ പലിശ നിരക്ക് വീണ്ടും കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലോട്ടിംഗ് നിരക്ക് എടുക്കുന്നവർക്ക് അതിന്റെ ലാഭം ഉടൻ തന്നെ കിട്ടും. അവരുടെ മാസാമാസത്തെ EMI കുറയും, അല്ലെങ്കിൽ ലോണിന്റെ കാലാവധി കുറയും. എന്നാൽ ഹൈബ്രിഡ് ലോൺ എടുത്തവർ ആദ്യം ഒപ്പിട്ട അതേ നിരക്കിൽ തന്നെ തുടരേണ്ടി വരും. അതായത് വിപണി താഴോട്ട് പോയാൽ ആ ലാഭം നമുക്ക് കിട്ടില്ല. വിപണി താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ലാഭം ഉപഭോക്താവിന് കിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ബാങ്ക് കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണിത്. ബാങ്ക് അവരുടെ റിസ്ക് നമ്മുടെ തലയിലേക്ക് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്.
വലിയൊരു തുക വായ്പയെടുക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കാണാതെ പോകരുത്. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മൾ സാധാരണ ഫ്ലോട്ടിംഗ് ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ കയ്യിൽ പണം വരുമ്പോൾ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞ പലിശ തരുന്ന മറ്റൊരു ബാങ്കിലേക്ക് ലോൺ മാറ്റാനോ RBI നിയമപ്രകാരം പ്രീ പേയ്മെന്റ് പിഴയൊന്നും നൽകേണ്ടതില്ല. എന്നാൽ ഈ ഹൈബ്രിഡ് ലോണിന്റെ ഫിക്സഡ് കാലയളവിൽ നിങ്ങൾക്ക് ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ പ്രീ പേയ്മെന്റ് പിഴയായി വലിയൊരു തുക ഈടാക്കാനും സാധ്യതയുണ്ട്. അതായത് ആ കുറഞ്ഞ കാലയളവിൽ നിങ്ങൾ ആ ബാങ്കിൽ പൂർണ്ണമായും പൂട്ടിയിടപ്പെടും. അവിടെ നിങ്ങൾക്ക് ബാങ്ക് മാറാനോ പണം ഒറ്റയടിക്ക് അടയ്ക്കാനോ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. സാമ്പത്തിക തീരുമാനങ്ങളിൽ 0.5% വ്യത്യാസം പോലും 20 വർഷത്തെ ലോണിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കും. അതാണ് ഈ ബാങ്കിംഗ് കണക്കുകളിലെ കളി. അതുകൊണ്ട് ഈ പുതിയ ഹൈബ്രിഡ് ലോൺ എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമായ ഒന്നല്ല. അടുത്ത 5 വർഷത്തേക്ക് മാസാമാസമുള്ള EMI യാതൊരു മാറ്റവും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കൃത്യമായ വരുമാനമുള്ള ശമ്പളക്കാർക്ക് ഇത് വേണമെങ്കിൽ പരിഗണിക്കാം. ബിസിനസ് ചെയ്യുന്നവരെ അപേക്ഷിച്ച് ശമ്പളക്കാർക്ക് വരുമാനത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല. പലിശ നിരക്ക് ഇനി കുറയാൻ സാധ്യതയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്കും ഇത് നല്ലൊരു വഴിയാണ്. എന്നാൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇടയ്ക്ക് കയ്യിൽ പണം വരുമ്പോൾ ലോൺ അടച്ചു തീർക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും സാധാരണ ഫ്ലോട്ടിംഗ് ലോൺ തന്നെയാണ് എപ്പോഴും നല്ലത്. ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഓഫറിൽ വീണു പോകുന്നതിന് മുൻപ് മറ്റ് ബാങ്കുകളുടെ നിരക്കുകളുമായി ഇത് നിർബന്ധമായും താരതമ്യം ചെയ്യണം. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ലോൺ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണോ എന്ന് ആലോചിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ പ്ലാനിംഗ് വളരെ അത്യാവശ്യമാണ്. ഒരു വീട് വെക്കുകയോ വാങ്ങുകയോ ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അതിനായി വലിയൊരു തുക കടമെടുക്കുമ്പോൾ അനാവശ്യ ധൃതി പിടിച്ച് ഒരു തീരുമാനവും എടുക്കരുത്. ബാങ്കുകൾ തരുന്ന വലിയ വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് നിങ്ങളുടെ മാസ ബജറ്റിന് താങ്ങാൻ കഴിയുന്ന തുക മാത്രം കടമെടുക്കുക. പണം എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഏതെങ്കിലും പ്ലാനിൽ ചേരുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേശകനുമായി സംസാരിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയാണ് ഭാവിയിൽ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ഭാവിയിൽ വലിയ സാമ്പത്തിക ഭദ്രത നൽകും. കുടുംബത്തിന്റെ സുരക്ഷിതത്വമാണ് എപ്പോഴും പ്രധാനം. ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ബാങ്കിലെ ഉദ്യോഗസ്ഥരോട് സംശയങ്ങൾ ചോദിക്കാനും നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം കിട്ടിയതിനു ശേഷം മാത്രം കരാറുകളിൽ ഒപ്പിടുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചാടി വീഴാതെ സ്വന്തമായി സമയമെടുത്ത് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ രൂപയും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. ഈ വീഡിയോ ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.